ഈ യാത്ര എന്തിനാണ് നടത്തിയതെന്ന് എനിക്ക് മുൻപ് സംസാരിച്ച നേതാക്കളെല്ലാം വിശദമായി ഇവിടെ പറഞ്ഞു. മലയോരത്ത് സങ്കടങ്ങളാണ്. ഒരു 3 മാസം മുമ്പ് വയനാട്ടിൽ ഒരു അജീഷിനെ ആന ചവിട്ടിക്കൊന്നു. ഞാൻ ആ വീട്ടിൽ പോയി. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ എന്നോട് പറഞ്ഞു, സാറേ ഞാൻ അനാഥയായി. സാറിന് ഉറപ്പ് പറയാൻ പറ്റുമോ ഇനി എന്നെപ്പോലെ ഒരു അനാഥയും ഇവിടെ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ നമ്മുടെ ചങ്ക് തകർന്നു പോകുന്ന ചോദ്യമാണ്. എപ്പോഴും എൻ്റെ മനസ്സിൽ ആ കുഞ്ഞുണ്ട്. ഒരുപാട് സങ്കടങ്ങളാണ്, ഒരുപാട് പേർ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയത് രാധയുടെ വീട്ടിലാണ്. മക്കളിരിക്കുകയാണ്. അമ്മയുടെ മൃതശരീരം കിട്ടിയപ്പോൾ തലയില്ല, മുടി മാത്രമേ ഉള്ളൂ. തല മുഴുവൻ കടുവ ഭക്ഷിച്ചു. വയനാട് 9 പേരെയാണ് കടുവ കൊന്നത്. ആറളത്ത് പോയി 17 പേരെയാണ് ആന ചവിട്ടിക്കൊന്നത്. ഇപ്പോൾ റോജി ഒരാളെ ആന രക്ഷപ്പെടുത്തിയ കാര്യം പറഞ്ഞു. ഞങ്ങളുടെ സദസ്സിൽ ഒരാൾ വന്നു. രാവിലെ വീട്ടിലേക്ക് പോയത് ബൈക്ക് മറിച്ചിട്ട് വാങ്ങാം. ആന നെഞ്ചിലേക്ക് കാല് വെച്ചു. ചവിട്ടിയില്ല, പക്ഷെ കാല് വെച്ചപ്പോൾ തന്നെ 7 വാതിയിൽ ഒടിഞ്ഞു പോയി. നഖം കൊണ്ട് കാല് മുഴുവൻ പോയി. 15 ലക്ഷം രൂപയായി ആശുപത്രി. ഒറ്റ പൈസ കിട്ടി, ഒറ്റ പൈസ. എത്ര പേര് തളർന്നു കിടക്കുന്നുണ്ട്, എത്ര പേര് തളർന്നു കിടക്കുകയാണ്. ഇന്നലെ നിലമ്പൂരിൽ ആന ചവിട്ടിക്കൊന്ന മണിയുടെ ഭാര്യയും കുഞ്ഞും വന്നു. കൊച്ചുകുട്ടിയാണ്. മൂത്ത കുട്ടി ഭിന്നശേഷിക്കാരിയാണ്. എടുത്തുകൊണ്ട് നടക്കും. ആരുണ്ട് അവർക്ക്? ഇനി ആരോരുമില്ല. ഇങ്ങനെ ഈ മലയോരത്ത് മുഴുവൻ. പിന്നെ ഭീതിയാണ്, ഭീതി. രാത്രി ഒരു കരിയലാണെങ്കിൽ പേടിയാണ്. ബത്തേരി ചെന്നപ്പോൾ പറഞ്ഞ 5 കടുവ ഒരേ സമയം, 5 കടുവ ഒരേ സമയത്ത് ഇറങ്ങിയിരിക്കുക. സ്കൂളിൽ പോകാൻ പറ്റുമോ? കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റുമോ? പേടിയാണ്. പുല്ല് പറിക്കാൻ പോകാൻ പറ്റില്ല. കൃഷി മുഴുവൻ നശിച്ചു. മലയോരത്ത് നിങ്ങൾക്കറിയാം, പണ്ടൊക്കെ നമ്മൾ പോകുമ്പോൾ കപ്പ, ചേന, ചേമ്പ്, ഭൂമിക്കടിയിലെ കിഴങ്ങ് കൃഷിയാണ്. എല്ലാം ഇപ്പോൾ പന്നി നശിപ്പിച്ചു. പന്നി. ഒരു സ്ഥലത്തും കിഴങ്ങ് കൃഷിയില്ല. വാഴ ഇന്നിപ്പോൾ ഞങ്ങൾ ആതിരപ്പള്ളി പോയപ്പോൾ എന്നോട് അവിടെയുള്ളൊരു വീട്ടുടമ പറഞ്ഞു, മുഴുവൻ പ്ലാവും വെട്ടി മാറ്റി. കാരണം ചക്ക ഉണ്ടെങ്കിൽ ആന കയറും, വാഴ ഉണ്ടെങ്കിൽ ആന കയറും, വാഴ പിണ്ടി കഴിക്കുക. അത് വാഴ കൃഷിയില്ല, പ്ലാവില്ല, മുഴുവൻ മാറ്റാണ്. പിന്നെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില ഇടിയും, കീടനാശിനിയുടെ വില കൂടുതൽ, വളത്തിൻ്റെ വില കൂടുതൽ. കർഷകർ തകർന്നിരിക്കുക. ആകെ ജീവിക്കുന്നത് പശുവിനെ കറന്നാണ്. ഇത് പശുവിനെ പുല്ല് പറിക്കാൻ പോകാൻ പറ്റില്ല. രാവിലെ പാല് കറന്ന് സൊസൈറ്റി പോകാൻ പറ്റില്ല, ആശുപത്രി പോകാൻ പറ്റില്ല. അത്രയും ഭീതിയിലാണ് മലയോരം നിൽക്കുന്നത്. ഞാൻ അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്നത്, ഇവിടെ റോജിയുണ്ട്, മോൻസുണ്ട്, അനൂപ് ജേക്കബുണ്ട്, MLA മാരൊക്കെ. അസംബ്ലിയിൽ ഞങ്ങൾ കഴിഞ്ഞ 3.5 കൊല്ലമായി നിരവധി പ്രാവശ്യം മലയോരത്തെ സങ്കടങ്ങൾ കൊണ്ടുപോയി. ഒരു സെഷനിൽ പോലും അത് പറയാത്തില്ല. എന്താ മറുപടി? ഞാൻ അവിടെ പറഞ്ഞ റോജിയാണ് കൃത്യമായിട്ട് മറുപടി പറഞ്ഞത്. മയക്കുവെടി കൊണ്ട് ആർക്കാണെന്ന് സംശയം വരും. എല്ലാത്തിനും ഒരു നിസ്സംഗമായ ഉത്തരവാണ്. ശരിക്ക് ഇവിടെ പറഞ്ഞതുപോലെ പരമ്പരാഗത നമുക്ക് എന്ത് ചെയ്യണമെന്ന് കൂടി പറയണ്ടേ? നമ്മൾ നമുക്ക് പ്ലാനുണ്ട്, കൃത്യമായി പദ്ധതിയുണ്ട്. പരമ്പരാഗതമായി ചെയ്യുന്ന കാര്യങ്ങൾ കിടങ്ങ് കുഴിക്കണം, സൗരോർജ വേലി വേണം, ഹാങ്ങിങ് ഫെൻസിങ് വേണം, റെയിലിൻ്റെ ഗാർഡ് വേണം, മതിൽ വേണം. നിങ്ങൾക്കറിയാം, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് കഴിഞ്ഞ 4 കൊല്ലമായി ഈ കാര്യത്തിന് വേണ്ടി 1 രൂപ ചെലവാക്കിയില്ല. ഞാൻ അസംബ്ലി ചോദിച്ചു, 1 രൂപ. എല്ലായിടത്തും എക്സ്പെൻഡിച്ചർ കാണിക്കുന്നത് 0, ഒറ്റ പൈസ. എന്നിട്ട് ഗവർണറെ കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുക, വന്യജീവി ആക്രമണം കുറഞ്ഞു വരിക കേരളം. ഇവർ ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത്? ഇവർ തന്നെ കണക്കാണ് ഇവിടെ പറഞ്ഞത്. 60,000 വന്യജീവി ആക്രമണങ്ങൾ 6-7 കൊല്ലത്തിനിടയിൽ 1000-ലധികം പേര് മരിച്ചു.
8000 പേര് ഗുരുതരമായ അവസ്ഥയിൽ, കോടിക്കണക്കിന് രൂപയുടെ കൃഷി നശിച്ചു. പിന്നെ രണ്ടാമത്തെ കാര്യം, ആധുനികമായ സങ്കേതങ്ങൾ വേണം. ഇപ്പൊ വനാതിർത്തിയിൽ വന്യമൃഗങ്ങളുടെ മൂവ്മെന്റ് ഉണ്ടായാൽ അറിയാനുള്ള സംവിധാനം ഇപ്പൊ ഉണ്ട്. ഏത് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? ശാസ്ത്രയുഗത്തിലാണ്. ആ വനം ഇങ്ങോട്ട് കടക്കുന്നതിന് മുമ്പ് വാണിംഗ് കൊടുക്കുക, മൃഗം മനുഷ്യവാസ പ്രദേശത്തേക്ക്. അതിനെ ശബ്ദമുണ്ടാക്കി തിരിച്ചോടിപ്പിക്കാം, ആർട്ടിഫിഷ്യലായി കൃത്രിമമായി ശബ്ദം ഉണ്ടാക്കാം. ഇവിടെ ബെന്നിച്ചേട്ടൻ പറഞ്ഞല്ലോ, തൊട്ടപ്പുറത്ത് വാൽപ്പാറയിൽ, മലക്കപ്പാറയിൽ, തമിഴ്നാട്, കർണാടകം, മധ്യപ്രദേശ്, സുന്ദർബാൻസിൽ എല്ലായിടത്തും ഈ സംവിധാനങ്ങളൊക്കെ നിലവിൽ വരിക. ഇതറിയാത്ത ലോകത്തുള്ള ഏക വിഭാഗം കേരളത്തിലെ വനം വകുപ്പാണ്. അറിഞ്ഞിട്ട് പോലുമില്ല, ഈ സർക്കാർ അന്വേഷിച്ചിട്ട് പോലുമില്ല. അപ്പോൾ പരമ്പരാഗതമായ സങ്കേതങ്ങൾ വേണം, അതുപോലെ തന്നെ ആധുനികമായ രീതികൾ വേണം. വന്യജീവി നിയമത്തിൽ ഭേദഗതി വേണം. ബെന്നിച്ചേട്ടനടക്കം നമ്മുടെ എല്ലാ MP-മാരും 18 പേരും അതിനുവേണ്ടി പാർലമെന്റിൽ പോരാടും. ഞങ്ങൾ അസംബ്ലിയിലുണ്ട്, അകത്തും പുറത്തും പോരാടും. ഇപ്പോ വനാതിർത്തി, വനം സംരക്ഷിക്കണം, ഒരു സംശയം വേണ്ട, നമ്മൾ ഉറച്ച നിലപാടാണ്. പക്ഷെ 29.1% വനമാ കേരളത്തിൽ. ഭൂവിസ്തൃതിയുടെ ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ്. ഇനി എന്തിനാ വനം ജനവാസ കേന്ദ്രം വനമായി നോട്ടിഫൈ ചെയ്യുന്നു, ബഫർ സോൺ വരുന്നു. അപ്പൊ ഈ മനുഷ്യരെങ്ങോട്ട് പോവും? ഇപ്പൊ ഇടുക്കിയിൽ ഏലത്തോട്ടം വനഭൂമിയാക്കാൻ പോവാം. ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലമാണ്. എങ്ങോട്ട് പോവും? ആളുകൾ ജീവിക്കുന്ന സ്ഥലമാണ്, ജനസാന്ദ്രത ഉള്ള സംസ്ഥാനമാണ് കേരളം. അപ്പൊ ഇതൊരു ഗൗരവമാർന്ന പ്രശ്നമാണ്. ഞങ്ങൾ ഈ ജാഥ നടത്തുന്നവരോട് പറഞ്ഞു, ഈ സങ്കടങ്ങളോട്, ദുഃഖങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പറയണം. ഞങ്ങളുടെ കൂടെ ഇതിന് പരിഹാരം കാണുന്നത് വരെ ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങളോടൊപ്പം ഉണ്ടാകും. പിന്നെ ഇവര് പരിഹരിച്ചില്ലെങ്കിൽ നിങ്ങൾ പേടിക്കുകയും വേണ്ട, ഇത് കഴിയാറായി, ഇതാണ് വീരാറായി. ഐക്യ ജനാധിപത്യ മുന്നണി കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ തിരിച്ചു. ഒന്നാമത്തെ മുൻഗണന കൊടുത്ത് മലയോരത്തെ സങ്കടങ്ങൾ UDF മാറ്റും. ആ വാക്കുകൂടി പറയാനാണ് മലയോര സമരയാത്രയുമായി ഇവിടെ എത്തിയത്. ഞാൻ സംഘാടകരെ അഭിനന്ദിച്ചാൽ അത് ഫോർമാലിറ്റി ആവും. പക്ഷേ ബെന്നിച്ചേട്ടൻ പറഞ്ഞതുപോലെ മലയാറ്റൂർ പള്ളിയിലെ പെരുന്നാളിൻ്റെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന രീതിയിൽ ഹൃദയത്തിൽ ചാലിച്ച് സ്നേഹം നൽകി ഞങ്ങളെ സ്വീകരിച്ചതിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തും.